യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുകയാണ്. ആ സമാധാനം അത് ലോകം തരുന്നത് പോലെ അല്ല എന്ന് വെച്ചാൽ മദ്യം കുടിക്കുമ്പോൾ, മയക്കുമരുന്ന് അടിക്കുമ്പോൾ, അങ്ങനെയല്ല, അസന്മാർഗമായിരിക്കുന്ന ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ലഭിക്കുന്നതിലും പരമായിരിക്കുന്ന ഒരു സന്തോഷം യേശു ലോകത്തോട് വിളിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം ഉണങ്ങിപ്പോകരുത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു കാലഘട്ടത്തിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കണം. എന്താണ് സുവിശേഷം? ഞങ്ങൾ ഇവിടെ പ്രസംഗിക്കുന്ന അല്ല നിങ്ങൾ കേട്ടതായിരിക്കുന്ന സുവിശേഷം എന്താണ് എന്ന് പറയുമ്പോൾ ആ സുവിശേഷത്തിന്റെ കാതലായ വിഷയം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു രക്ഷകനാണ്. യേശു ക്രിസ്തു രക്ഷകനാണ്. എവിടുത്തെ രക്ഷകൻ? മനുഷ്യനെ പാപത്തിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന് വിടുവിക്കാൻ ശക്തനായ ഒരു രക്ഷകൻ ഉണ്ടെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ആകാശത്തിന്റെ കീഴെ ഭൂമിക്ക് മീതെ സകലത്തിനും മേലായ നാമമുള്ളവർ ലോകരക്ഷകനായ യേശു ക്രിസ്തു എന്ന് ഞങ്ങൾ ഒരേ ശബ്ദത്തിൽ വിളിച്ചു പറയുമ്പോൾ മറ്റൊരുവനിൽ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട യേശു എന്നല്ലാതെ വേറെ ഒരു നാമമില്ലേ ഇല്ല. അങ്ങനെയെങ്കിൽ ഈ നാമം നിങ്ങൾ രക്ഷിക്കുന്ന നാമമാണ്. ഈ നാമം നിങ്ങളെ വിടുവിക്കുന്ന നാമമാണ്. ഈ നാമം നിങ്ങളെ സൗഖ്യമാക്കുന്ന നാമമാണ്. ഈ നാമം നിങ്ങളെ മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന നാമമാണ്. ഈ നാമം നിങ്ങൾ ഏറ്റെടുത്താൽ, യേശുവിനെ അംഗീകരിച്ചാൽ, ഈ ദേശത്ത്, ഈ രാജ്യത്ത് നിങ്ങൾക്ക് സമാധാനത്തോടെ നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ അപ്പന് നല്ലൊരു മകനായിട്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു അപ്പനായിട്ട്, നല്ലൊരു അമ്മയായിട്ട് ഈ ദേശത്ത് ജീവിക്കുവാൻ ഇടയായി തീരും. ഒരു കാലഘട്ടത്തിൽ ദേശത്തിന് വേണ്ടാതെ, ഭവനത്തിന് വേണ്ടാതെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട ജീവിതങ്ങളായിരുന്നു ഞങ്ങൾ ഓരോരുത്തരും. ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത് ഇവിടുത്തെ ഒരു ഈസങ്ങളല്ല, ഇവിടുത്തെ ഒരു മതമല്ല. ഞങ്ങൾ സേവിക്കുന്ന, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ലോകരക്ഷകനായിരിക്കുന്ന കർത്താവ് യേശുവാണ് ഞങ്ങൾ രക്ഷിച്ചത്. ആ രക്ഷകനായ യേശുവിനെ സ്വീകരിപ്പാൻ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷയുടെ ദിവസം. അതുകൊണ്ട് ചുള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അന്ന് സകല അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. അതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒരു പക്ഷെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്നുവെങ്കിൽ ഏക മാർഗം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവർ രക്ഷിക്കപ്പെടുമല്ലാത്തവർ ശിക്ഷാവിധി ആകപ്പെടുന്നതുകൊണ്ട് സ്വർഗവും നരകവുമുണ്ട്. സ്വർഗത്തിൽ പോകുവാൻ ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിക്കൂ. ഇതുവരെ ഈ ശബ്ദം കേട്ടതായിരിക്കുന്ന ആരെങ്കിലും യേശുവിനെ സ്വീകരിക്കാത്തവരുണ്ടെങ്കിൽ എനിക്ക് വേണ്ടി യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇനി തന്റെ സഭയെ ചേർക്കുവാൻ, തന്റെ മക്കളെ ചേർക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ഇതാ വേഗം വരുന്നു, ഇതാ വേഗം വരുന്നു. അവനെ എതിരേൽപ്പാൻ ഈ ദേശനിവാസികളെ ഒരുങ്ങിക്കൊള്ളുവീൻ. കാലത്തിന് മുൻപേ നീ എന്തിനും മരിക്കുന്നു. വിശ്വാസത്തിൽ നമുക്ക് മുന്നേറാം. എല്ലാവരെയും കർത്താവ് ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.